ഇവിടെയിൽ ഞായറാഴ്ചത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ക്വിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം. അമേരിക്കയുടെ ഉള്ളിൽ മിനിസോട്ടയിൽ ICEക്കെതിരെ കനത്ത പ്രതിഷേധം. ശരിക്കും അമേരിക്കയിൽ ഞായറാഴ്ചകളിലൊക്കെയാണ് ഈ പ്രതിഷേധം ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ കളക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു ഡെമോക്രറ്റുകളെല്ലാം തന്നെ അണിനിരന്നിട്ടുണ്ട് ഈ പ്രതിഷേധത്തിൽ. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ICEക്കെതിരെ. ICE എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ ഒരു എമിഗ്രൻറ്റുകളെ പിടിച്ച് പുറത്താക്കുന്ന നടപടി ചെയ്യുന്ന ആൾക്കാർ. അവരാണ് ശരിക്കും ഈ ഒരു ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ICE. ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ കീഴിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇല്ലീഗൽ എമിഗ്രൻറ്റുകളെ പിടിച്ച് ഡീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി. അപ്പം ആ പണിയിൽ ഈ കഴിഞ്ഞ ദിവസം മിനിസോട്ടയിൽ തന്നെ ഒരു ലേഡിയെ ഇവരുടെ ICEയുടെ കയ്യിൽ നിന്നും വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് പ്രതിഷേധം ഈ രീതിയിൽ ആളിക്കത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചാളുണ്ടാവും. 2-3 ആഴ്ച ഒരു 2-3 ആഴ്ച ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യും. 2-3 ആഴ്ച മീൻസ് അമേരിക്കയിൽ തുടരെ എല്ലാ ദിവസവും പ്രൊട്ടസ്റ്റ് ഉണ്ടാവാറില്ല. എല്ലാ ഹോളിഡേയ്സിലായിരിക്കും അവർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ 2-3 ദിവസങ്ങളിൽ, അപ്പോൾ ഇനി ഒരു 2-3 ആഴ്ചകളും കൂടി ഈ പ്രതിഷേധം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റും. ഇറാനിൽ നടക്കുന്ന പ്രതിഷേധത്തിന് തടയാൻ വേണ്ടിയിട്ട് ഇറാനിയൻ ഗവൺമെൻറ് അവിടെ പവർ കട്ട് കൊണ്ടുവന്നു. പവർ കട്ട് എന്ന് പറഞ്ഞാൽ അവർ മൊത്തത്തിൽ പവർ അങ്ങ് ഫെയിലിയർ ആക്കാമെന്ന് പറഞ്ഞിട്ട് മൊത്തം പവർ കട്ട് ചെയ്ത്, അതായത് ഇനിയിപ്പോൾ മൊബൈലോ അങ്ങനത്തെ ഗാഡ്ഗറ്റ്സുകളോ വൈഫൈയോ ഒന്നും തന്നെ പ്രവർത്തിക്കേണ്ടതില്ല. ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രതിഷേധം പല സ്ഥലങ്ങളിലും വ്യാപിക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ പുറയിലാണ് ഇറാനിയൻ ഗവൺമെൻറ് ഈ തീരുമാനമെടുത്തത്. പക്ഷേ ഈ തീരുമാനം അവിടെ വലിയ കാര്യമായ ഗുണമൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. എത്രമാത്രം IRGC ഇതിനെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം പ്രതിഷേധങ്ങൾ ആളിക്കത്തുകയാണ്. അതാണ് ഇപ്പം നിലവിലെ സംഭവം. ഇനി ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ, ഇറാനെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, 2 രീതിയിൽ വേണം ഇറാനെ നോക്കിക്കാണാൻ. അതിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതിൽ ജിയോ പൊളിറ്റിക്കലി ഇറാന്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. അതേസമയം ഐഡിയോളജിക്കലി തീവ്രവാദികളെ പരിപോഷിപ്പിക്കുന്ന ഇറാന്റെ IRGC റെജിം. ഇങ്ങനെ 2 വിഷയങ്ങളാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇറാനിലുള്ളത്. ഇതിനകത്ത് ജിയോ പൊളിറ്റിക്കലി ഇപ്പം ഈ ഐഡിയോളജിക്കൽ പരമായിട്ട് പരമാവധി സപ്പോർട്ട് ഇറാൻ റെജീമിനെ താഴ്ത്തിക്കെട്ടാനും, അതേപോലെ തന്നെ ഇറാനിലെ പുതിയ ഭരണകൂടമായിട്ട് ആൾക്കാർ മനസ്സിൽ നോക്കിക്കാണുന്ന ഷാ ഭരണകൂടത്തിനെ കൊണ്ടുവരാനും വേണ്ടിയിട്ട്, ഷാ ഭരണകൂടത്തിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വല്ലാത്ത രീതിയിൽ വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹമുണ്ട്. അപ്പം ഇത് 2 സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പല രീതിയിലുള്ള വ്യാപാര തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊരു വിഷയമേ അല്ല കേട്ടോ. ആഗോള തരത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ളത് ഒരു വിഷയമേ അല്ല. കാരണം ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ, പലരും ഇന്ത്യക്ക് ലെവറേജ് ഇല്ല, ചൈനയ്ക്ക് ലെവറേജ് ഉണ്ട്, കാരണം അമേരിക്കയ്ക്ക് റെയർ എർത്ത് എലമെന്റ്സ് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇന്ത്യക്കുള്ളത് വലിയ ലെവറേജാണ്, അമേരിക്കയ്ക്കെതിരെ മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് വലിയ ലെവറേജാണ്. നിങ്ങൾ എന്തുമാത്രം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തോളൂ, അത് എവിടെ കൊണ്ട് വിൽക്കും? അത് വിൽക്കാനുള്ള മാർക്കറ്റാണ് ഇന്ത്യ. അമേരിക്ക അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രഷർ ഇന്ത്യയുടെ മേളിൽ ഇരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ മാർക്കറ്റ് വേണം, അതാണ് വേണ്ടത്. കാരണം അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യണം. ആ രീതിയിൽ മാർക്കറ്റ് എയിം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് മേളിൽ ഈ പ്രഷറൊക്കെ ഇടുന്നത്. അല്ലാതെ ഇന്ത്യക്ക് മേളിൽ അമേരിക്കയ്ക്ക് വേറെ രീതിയിലുള്ള വാശിയോ വൈരാഗ്യങ്ങളോ ഒന്നുമില്ല. ഇന്ത്യ വളരും, പക്ഷേ അതിനും മുന്നേ കൂട്ടി തന്നെ അമേരിക്ക മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ ധാരണ. അമേരിക്കയുടെ പ്രിൻസിപ്പിൾ അത് തന്നെയാണ്. അത് വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം 38 ട്രില്യനോളം അവർക്ക് കടമുണ്ട്. ആ കടം ഇനി നികത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ഡോളറിനെ വീക്കൻ ചെയ്യണം. ഡോളറിനെ വീക്കൻ ചെയ്തുകൊണ്ട് ഈ കടം നികത്താൻ നിന്ന് കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമാണ്. അപ്പോൾ അതിലേക്ക് അമേരിക്ക എന്തായാലും പോവില്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇപ്പം എടുത്തിരിക്കുന്ന മോണോപോളി എന്ന് പറഞ്ഞാൽ എണ്ണ വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ എണ്ണ വിൽക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? എണ്ണയ്ക്കുള്ള ഉപയോഗം കൂട്ടണം. ഗ്ലോബലി ആഗോളതലത്തിൽ എണ്ണയുടെ ഉപയോഗം വർദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എണ്ണ ഉപയോഗത്തിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള പരിപാടികൾ എന്താണോ അതെല്ലാം നിർത്തലാക്കണം. അതൊക്കെ എന്തൊക്കെയാണ്? അത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, സോളാർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, വിൻഡ് മിൽ പ്രോജക്റ്റുകൾ, ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാം തന്നെ നിർത്തണം. കാരണം എനർജി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ആ എനർജിയിലൂടെ ഇലക്ട്രിക് വാഹനങ്ങൾ തകൃതിയായിട്ട് ഓടിത്തുടങ്ങും. ഒരു സിറ്റിക്കുള്ളിൽ കംപ്ലീറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ മതി. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരും. ഒറ്റ ചാർജിൽ 400 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ സിറ്റിക്കുള്ളിൽ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറും. അത് വളരെ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ അതുപോലെ അത് സേഫ്റ്റിയും കൂടിയാണ്. ഗ്രീൻ എനർജിയാണ്, എക്കോ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ അമേരിക്ക ഏതാണ്ട് 69ഓളം ഗ്ലോബൽ സംഘടനകളിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്. ഈ ട്രംപ് വന്നതിന് ശേഷമാണ് പുറത്തു പോയിരിക്കുന്നത്, ഇൻക്ലൂഡിംഗ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, എക്കണോമിക് ഫോറംസ്, അതേപോലെ തന്നെ കാർബൺ എമിഷനുമായിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഫോറം, യുണൈറ്റഡ് നേഷൻസിന്റെ പല സംഘടനകളിൽ നിന്നും അമേരിക്ക പുറത്താണെന്ന്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ എനർജിക്കൊക്കെ എതിരെ നിൽക്കുക. യൂറോപ്യൻസിന്റെ പോളിസി ഉണ്ടല്ലോ, യൂറോപ്യൻസിന്റെ മെയിൻ ആയിട്ടുള്ള പോളിസിയാണ് ഈ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ നിരുപാധികം വിട്ടു നിൽക്കുക, പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ വർദ്ധിപ്പിക്കുക, ഇതെല്ലാം തന്നെ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ അമേരിക്കയ്ക്ക് അറിയാത്തതുകൊണ്ടല്ല, അവിടെ റിസർച്ച് അനാലിസിസ് സ്റ്റഡി പുറത്തു വരാത്തത് കൊണ്ടല്ല, അവിടെ ഇതിനെക്കുറിച്ച് അവയർനെസ് ഉള്ള ആൾക്കാർ ഇല്ലാത്തത് കൊണ്ടല്ല. ഇതിന്റെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഇനിയും എണ്ണ വിൽപ്പന കുറച്ച് നാളത്തേക്ക് കൂടെ തുടരണം.
അപ്പോൾ അത് തുടരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ രീതിയിൽ എണ്ണ ഉപയോഗത്തിനെ കൺട്രോൾ ചെയ്യാൻ വരുന്ന മറ്റുള്ള മെഷർമെന്റ്സ് ഒക്കെ ഉണ്ട്. ആ ടൂളുകളെല്ലാം തന്നെ ഇല്ലാതാക്കുക. അതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് അതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളുടെ മേളിലൊക്കെ ഈ രീതിയിലുള്ള പ്രഷറുകൾ ഇങ്ങനെ ഇട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും അവരുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങണം എന്നുള്ള നിലയിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പൊ വെനീസ്വല നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ എണ്ണ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യം. പക്ഷെ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള എണ്ണ സോഴ്സ് വെനീസ്വലയിലുണ്ട്. ആ വെനീസ്വലയുടെ എണ്ണ കച്ചവടം അമേരിക്കയുടെ കീഴിലേക്ക് വന്നു കഴിഞ്ഞു ഓൾമോസ്റ്റ്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞാൽ സൗദി അറേബ്യയ്ക്ക് തൊട്ട് താഴെ എണ്ണ ശേഖരമുള്ള രാജ്യം ഏതാണ്? ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി പറയണ്ടല്ലോ. ഇറാന്റെ അവസ്ഥ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇറാന്റെ ഈ അവസ്ഥയെ മുതലെടുക്കാൻ അമേരിക്ക തീരുമാനിക്കുന്നുണ്ട്. ഇതിൽ രണ്ട് വിഷയങ്ങളാണ് ഇറാനുമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇറാന്റെ ഉള്ളിൽ തന്നെ ഒരു ഡെലിമയിലാണ്. ആ ഡെലിമ എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഏതോ അന്യശക്തികളാണ് അവരുടെ രാജ്യത്തിനുള്ളിൽ ഇപ്പം ഈ പ്രതിഷേധമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ വരുത്തി തീർക്കാണ്. അപ്പം അതിന് അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ അമേരിക്കയുടെ സൈഡിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ ബേസുകൾ മൊത്തത്തിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ അമേരിക്കൻ ബേസുകൾക്കും ഞങ്ങൾ മിസൈൽ അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്പർ 1 പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ഇന്ന് മുതൽ തന്നെ വളരെ കരുതലോട് കൂടിയാണ് നോക്കിയിരുന്നത് കാണുന്നത്. കാരണം ഇറാന്റെ ഉള്ളിലുള്ള പ്രതിഷേധം ശക്തമായി തുടരുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലിന് ഒരു ധാരണയുണ്ട്. അതായത് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ മേളിൽ ഈ പ്രതിഷേധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലെ IRGC ഭരണകൂടത്തിന് ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ പോകുന്നില്ല, അവരുടെ റെജീം തകിടം മറിയാൻ പോകുന്നു എന്നുള്ള ആ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അവർ ഇസ്രായേലിന് മേളിൽ തീർച്ചയായിട്ടും ഒരു അറ്റാക്ക് നടത്തും എന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു പ്രൊവോക്കേഷനും വേണ്ട, വിത്തൗട്ട് എനി പ്രൊവോക്കേഷൻ ഇസ്രായേലിനെ ഇറാൻ ടാർഗറ്റ് ചെയ്യും എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ അതിന്റെ തയ്യാറെടുപ്പിൽ തന്നെയാണ്. അപ്പോൾ ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്തകളും ആ രീതിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ കലാപം നടക്കുകയാണ്. അവിടെ ഇപ്പം കലാപം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പിന്നെ അമേരിക്ക അവരുടെ പൈസയും മുടക്കി കൊണ്ടുവന്ന് ബോംബിടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അവിടെ ഓൾറെഡി അടി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ആ രാജ്യം തന്നെ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഉള്ളിൽ ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള തെഹ്റാൻ അത് കാണാനില്ല ഇപ്പം. ആ അവസ്ഥയിലാണ് അവിടുത്തെ കാര്യങ്ങൾ. കംപ്ലീറ്റ് സ്ഥലം, ഈ തെഹ്റാൻ ആയിക്കോട്ടെ, ഇഷ്ഫഹാൻ ആയിക്കോട്ടെ, മഷാദ് ആയിക്കോട്ടെ, ഇങ്ങനെ പല നഗരങ്ങളും നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റും. ആ രീതിയിൽ പ്രതിഷേധം കൊണ്ട് ഫേമസ് ആയിരിക്കുന്ന നഗരങ്ങളായിട്ട് മാറിയിരിക്കുകയാണെന്ന്. ആ സാഹചര്യത്തിലാണ് ഇറാൻ മറ്റുള്ള രാജ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അമേരിക്ക, ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ശരിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ റോൾ ഉണ്ടോ എന്നുള്ളതിലുപരിയായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ രാജ്യങ്ങൾക്കൊക്കെ യാതൊരു വിധത്തിലെ ബന്ധവും ഇപ്പോൾ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരാരും തന്നെ ഈ പ്രതിഷേധം ആളി കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അഡീഷണൽ ആയിട്ടൊരു ബോംബ് ഇടാനോ ആക്രമണം നടത്താനോ പോകുന്നില്ല. പക്ഷേ ഇറാൻ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അഥവാ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ സ്വമേധയാ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ മേളിൽ, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ മേളിൽ, ഇല്ലെങ്കിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന അമേരിക്കൻ മിലിറ്ററി ബേസുകളുടെ മേളിലൊക്കെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ ഉള്ളിൽ പ്രതിഷേധം നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇപ്പോൾ അമേരിക്കയോട് ചോദിക്കാനുള്ളത്, ജനുവരി 2-ാം തീയതി മിസ്റ്റർ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രതിഷേധക്കാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്ന പക്ഷത്തിൽ അമേരിക്ക ഇടപെടും, അമേരിക്ക അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് റെസ്ക്യൂ മിഷന്റെ ഭാഗമായിട്ട് അവിടെ ഇറങ്ങും, അറ്റാക്ക് നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രംപ് തന്നെയാണ് ട്വീറ്റ് ചെയ്തത്. ആ ട്വീറ്റ് ഞാനിവിടെ കോപ്പി ചെയ്യാം. ഈ ട്വീറ്റ് ഇപ്പം റീട്വീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാർ ചോദിക്കുകയാണ്, അമേരിക്ക ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറാന്റെ ഉള്ളിൽ ഇറങ്ങുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പം ഉയരുന്നത് ഇറാന്റെ ഉള്ളിൽ നിന്നും. അപ്പോൾ അതുപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ റേസ പേലവി ഇതിനെ ആളിക്കത്തിക്കുന്നുണ്ട്. പുള്ളിക്കാരനാണ് ഇപ്പോൾ ആകെ കൂടി ഇപ്പോൾ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു പേഴ്സൺ. കാരണം പുള്ളിക്കാരൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നുണ്ട് ഇറാന്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ ഇതിനെ വളരെ കോൺഫിഡൻറ്റോട് കൂടി നോക്കി കാണുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മറ്റൊരു വശം, ഇറാന്റെ റെജീം തകർന്നു കഴിഞ്ഞാൽ അവിടെ അമേരിക്കൻ പിന്തുണയോടുകൂടി അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന, അമേരിക്കയെ അനുകൂലിക്കുന്ന, അമേരിക്കൻ നയങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായിരിക്കും അവിടെ വരാൻ പോകുന്നത്. അഥവാ അങ്ങനത്തെ ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇറാന്റെ എണ്ണ ശേഖരവും അമേരിക്കയുടെ കീഴിൽ വരും, 100% ഉറപ്പ്. അപ്പോൾ അതായത് വേൾഡിലെ ടോപ്പ് എണ്ണ ശേഖരമുള്ള വെനിസുലയും 3rd ലാർജസ്റ്റ് എണ്ണ ശേഖരമുള്ള ഇറാനും അമേരിക്കയുടെ കീഴിലേക്ക് വരികയാണ്. ഉക്രൈൻ്റെ വിഷയവും പറഞ്ഞ് റഷ്യയുടെ മേളിൽ കനത്ത സമ്മർദ്ദം അമേരിക്ക ഇട്ടിട്ട് റഷ്യയെ കൊണ്ടും അമേരിക്കയോടൊപ്പം ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാനുള്ള പ്രേരണ ട്രംപ് ചെയ്യും, 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും റഷ്യയും വെനിസുലയിൽ നിന്നുള്ള എണ്ണ ആയിക്കോട്ടെ, ഇറാനിന്റെ പക്കൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണ ആയിക്കോട്ടെ, ഈ എണ്ണയെല്ലാം തന്നെ റഷ്യ വീണ്ടും അമേരിക്കയുടെ പക്കൽ നിന്ന് തന്നെ വാങ്ങും. ഇറാന്റെ അടുത്ത് വാങ്ങിക്കുന്നത് വെനിസുലയുടെ അടുത്ത് വാങ്ങിക്കുന്ന ഈ ഒരു പർച്ചേസ് കണ്ടിന്യൂ ചെയ്യും. ഇതിങ്ങനെ തന്നെ തുടരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. ഇന്ത്യയുടെ മാർക്കറ്റ് അവർക്ക് വേണം, തീർച്ചയായിട്ടും നെഗോഷിയേറ്റ് ചെയ്ത് ഒരു പ്രൈസ് ഡീൽ ഉറപ്പിക്കും. ഇന്ത്യ തീർച്ചയായിട്ടും റഷ്യ എടുത്തും എണ്ണ വാങ്ങും, അതേപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും എണ്ണ പർച്ചേസ് ചെയ്ത് തുടങ്ങും. മിഡിൽ ഈസ്റ്റ് എന്നേക്കുമായിട്ട് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അമേരിക്കയുടെ നിന്ന് എണ്ണ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രശ്നം തീർന്നു. പക്ഷേ ഇവിടെ സൗദി അറേബ്യയ്ക്ക് ഒരു പ്രശ്നം, അത് വല്ലാത്തൊരു തിരിച്ചടിയായി മാറും. സൗദി അറേബ്യ ഇപ്പം ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റിൽ ഒരു റീജിയണൽ പവറിന് വേണ്ടിയിട്ട് കിടന്ന് കളിക്കുകയാണ്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, പക്ഷെ അവരെന്തോ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ സൗദി അറേബ്യയുടെ എണ്ണയുടെ ഡിമാൻഡ് കുറയും. സൗദി അറേബ്യ തറ വിലയ്ക്ക് എണ്ണ കൊടുക്കേണ്ടി വരും. അതിപ്പം ഇറാൻ ഏത് വിലയ്ക്ക് ചീപ്പായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആ വിലയ്ക്ക് കൊടുക്കേണ്ടി വരും. കാരണം സൗദി അറേബ്യയുടെ അമേരിക്കൻ എണ്ണ കമ്പനിയുടെ കോമ്പറ്റീറ്ററായിട്ട് മാറും സൗദി അറേബ്യ.
ഇനി അഥവാ കോമ്പറ്റീറ്ററായിട്ട് മാറുന്നില്ല എങ്കിൽ സൗദി അറേബ്യ വീണ്ടും പെട്രോ ഡോളർ എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടി വരും. അതായത് ഞങ്ങളുടെ എണ്ണയും കൂടി നിങ്ങൾ എടുത്ത് വിറ്റോളൂ എന്ന് പറയേണ്ടി വരും സൗദി അറേബ്യക്ക്. അതാണ് സാഹചര്യം. സൗദി അറേബ്യക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ അടി. ഇപ്പോൾ ഇതിനകത്ത് ഇറാനിൽ റെജീം ചേഞ്ച് നടക്കുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവാൻ പോകുന്നത് സൗദി അറേബ്യക്കാണ്. ഇത് വെനിസുലയെ അമേരിക്ക ക്യാപ്ചർ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഇത് ഇത്രത്തോളം ഡീപ്പർ ലെവലിൽ പോയില്ലായിരുന്നു. വെനിസുലയുടെ എണ്ണ റിസർവിനെ അമേരിക്ക കൈക്കലാക്കിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും സൗദി അറേബ്യയ്ക്ക് ഒരു തിരിച്ചടി വരുന്നുണ്ട്. ജിയോ പൊളിറ്റിക്കലി സൗദി അറേബ്യയുടെ പ്രാധാന്യം, എണ്ണ വിൽപ്പനയിൽ ഉണ്ടാകുന്ന പ്രാധാന്യത്തിൽ ഇടിവ് നേരിടും. അതാണ് വിദഗ്ധർ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇന്ത്യക്ക് ഇപ്പം ഈ ഇറാൻ ഇപ്പൊ ഇറാന്റെ റെജീം ചേഞ്ച് ഉണ്ടാകുന്നെങ്കിൽ ബ്രിക്സിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടാവും. കാരണം ബ്രിക്സിന്റെ ഫൗണ്ടിങ് മെമ്പറിൽ ഒരാളാണ് ഇറാൻ. ഇമീഡിയറ്റ് ആയിട്ട് ബ്രിക്സിൽ നിന്നും ഞങ്ങൾ പുറത്തു പോകുന്നു എന്നൊന്നും പുതിയ റെജീം പറയത്തില്ല. പക്ഷേ അവരുടെ പാർട്ടിസിപ്പേഷനിൽ ഒരു ലാക്കിംഗ് ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അമേരിക്ക അനുകൂലിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ പാർട്ടിസിപ്പേഷനിൽ ഒരു ലാക്കിംഗ് ഉണ്ടാവും. അർജന്റീന തന്നെ ബ്രിക്സിൽ വന്നിട്ട് ചേർന്നിട്ട് പിന്നീട് പിരിഞ്ഞുപോയ രാജ്യമാണ് അർജന്റീന. അവിടെ അർജന്റീനയിൽ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ റെജീം ചേഞ്ച് നടത്തി ഈ മിലൈ എന്ന് പറഞ്ഞ ഈ പുതിയ ഭരണാധികാരി വന്നതിന് ശേഷമാണ് ബ്രിക്സിൽ നിന്ന് പുറത്തു പോകുന്നത്. ഇതൊക്കെ അമേരിക്കയുടെ കളിയായിരുന്നു. അയാളെ തന്നെ വീണ്ടും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അമേരിക്ക വീണ്ടും മിലൈക്ക് ഫണ്ട് കൊടുക്കുന്നത്. അതാണ് 40 ബില്യണോളം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇറാന്റെ ഉള്ളിൽ ഏതാണ്ട് നിലവിലെ കണക്ക് പ്രകാരം 1000-ലധികം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും IRGC-ലും ഈ പ്രതിഷേധക്കാരിൽപ്പെട്ട ആൾക്കാരായി 1000-ലധികം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിലും നമ്പേഴ്സ് കൂടുതലാണെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. തെഹ്റാൻ എന്ന് പറഞ്ഞാൽ തെഹ്റാൻ നഗരം ഇല്ല, ആ രീതിയിൽ ഹെവിലി ഡാമേജ്ഡ് ആണ്. തെഹ്റാൻ നഗരത്തിൽ മൊത്തത്തിലുള്ള ആക്രമണം, ബാങ്കുകൾ, അതേപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അതേപോലെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് സാമഗ്രികളും അടിച്ചൊതുക്കിയിരിക്കുകയാണ്. ഒരു ശ്മശാന ഭൂമി പോലെ ഇങ്ങനെ എല്ലാം കത്തി നശിച്ച് കിടക്കുന്ന ഒരു തെഹ്റാനാണ് ഇപ്പം നിലവിൽ അവിടെ ഉള്ളത്. ഇതൊക്കെ തന്നെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ഇനി എത്ര കാലം വേണ്ടി വരും, എത്ര പണച്ചെലവാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബില്യൺ കണക്കിൽ പൈസയുടെ നഷ്ടം ഇപ്പോൾ ഓൾറെഡി തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇറാൻ. ഇതൊക്കെ പൊതുജനങ്ങൾ തന്നെയാണ് ഈ പൊതുമുതൽ നശിപ്പിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. കലാപമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് വേർതിരിവ് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് ആൾക്കൂട്ടത്തിൽ കിട്ടുന്ന ഒരു ഹരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊന്നും ജസ്റ്റിഫൈ ചെയ്ത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ മുന്നോട്ട് പോവുള്ളൂ. പല വിമാന കമ്പനികളും ഇറാനിലേക്കുള്ള സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. ലുഫ്താൻസ ഫ്ലൈറ്റ് ഒക്കെ ഓൾറെഡി തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പല വിമാന കമ്പനികളും ഇപ്പം ഇറാനിലേക്കുള്ള സർവീസ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി സൗദി അറേബ്യ തകൃതിയായിട്ട് യമന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ആക്രമണങ്ങൾ നടത്തി 6 ദിവസം കൊണ്ട് STC എന്ന് പറഞ്ഞ UAE ബാക്ക്ഡ് ഫോഴ്സിനെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ശരിയാണ്. പക്ഷെ ഇപ്പം വേറൊരു പ്രതിസന്ധി വേറെ ഒന്നുമില്ല. യമന്റെ ഉള്ളിലുള്ള ജനങ്ങൾ, ഈ സൗദി അറേബ്യ ശരിക്കും യമൻ ഭരണകൂടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്. ഇവരുടെ ജനങ്ങളുടെ മനസ്സിൽ UAE ബാക്ക്ഡ് ഫോഴ്സ് ആയിട്ടുള്ള STC ആണ് അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. കാരണം STC ആണ് ഈ കണ്ട കാലം അത്രയും ആ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരെ അടിച്ചു ഓട്ടിച്ചത് ആ ജനങ്ങൾക്ക് താല്പര്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ ജനങ്ങളെല്ലാം തന്നെ ഇപ്പം നല്ല രീതിയിലുള്ള പ്രതിഷേധം ആർക്കെതിരെ? സൗദി അറേബ്യക്കെതിരെ യമനിലെ ജനങ്ങൾ, ഹൂത്തികളല്ല. ആർക്ക് വേണ്ടിയാണോ ഞാൻ യുദ്ധം ചെയ്യുന്നത്, യമനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് STC അടിച്ചൊതുക്കിക്കൊണ്ട് യമൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ സൗദി അറേബ്യക്കെതിരെ ആ ജനങ്ങൾ, യമനിലെ പൊതുജനങ്ങൾ തെരുവിലിറങ്ങി സൗദി അറേബ്യക്കെതിരെ ഇപ്പം പ്രൊട്ടസ്റ്റ്. അതാണ് ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് വീഡിയോയിൽ. ആ രീതിയിൽ സൗദി അറേബ്യക്കെതിരെ പ്രതിഷേധം യമന്റെ ഉള്ളിൽ നടക്കുകയാണ്. ഇത് വേണം, ഇത് കൃത്യമായിട്ട് സൗദി അറേബ്യക്ക് കിട്ടേണ്ടതാണ്. കാരണം സൗദി അറേബ്യ കുറെ കാലം കൊണ്ട് അവർ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു രീതിയിലുള്ള ഇൻവോൾവ്മെന്റും ഇല്ലാതെ ഒതുങ്ങിയിരുന്ന ആൾക്കാരാണ്. അവിടെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടതും, അവിടെ മാൻ പവർ ഇട്ടതും, അവിടെ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്തതും UAE ബാക്ക്ഡ് ഫോഴ്സ് ആയിട്ടുള്ള STC ആണ്. അപ്പോൾ STCക്കുള്ള സപ്പോർട്ട് അവിടെ വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സൗദി അറേബ്യ വിചാരിക്കുന്നത് പോലെ ഒരു ഡോമിനേഷൻ യമന്റെ ഉള്ളിലേക്ക് സൗദി അറേബ്യക്ക് കിട്ടില്ല. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഇന്ന് തുടങ്ങിയ ഈ ഒരു പ്രതിഷേധം ഇനി അങ്ങോട്ട് ആളി കത്തുന്നുവെങ്കിൽ നിലവിലുള്ള ഭരണകൂടത്തിനെ അട്ടിമറിച്ചിട്ട് ഇതേപോലെ STCയുടെ ലീഡറായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊതുജനങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ UAE ആണ് ഇതിൽ താല്പര്യം കാണിക്കാണ്ട് സൗദി അറേബ്യയുമായിട്ട് ഒരു ക്ലാഷ് വേണ്ട എന്നുള്ള നിലയിൽ വളരെ മാന്യമായിട്ട് ഒതുങ്ങി മാറി നിന്നത്. പക്ഷേ അതിനുള്ള മാന്യത കാണിക്കാത്ത സൗദി അറേബ്യ വീണ്ടും UAEക്കെതിരെ പല സ്ഥലങ്ങളിൽ ചേരിതിരിവ് ഉണ്ടായിക്കൊണ്ട് നടക്കുകയാണ്. സൊമാലിയ, സുഡാൻ, ലിബിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം കയറി കൈകടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പാകിസ്ഥാനിൽ നിന്ന് വരെ J-17 ഫൈറ്റർ ജെറ്റ് സുഡാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സുഡാനിൽ J-17 വാങ്ങിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? SDF എന്ന് പറഞ്ഞ സുഡാനിയൻ ഫോഴ്സിന് വേണ്ടിയിട്ട്. ഈ സുഡാനിയൻ ഫോഴ്സും അതേപോലെ അവിടെ UAE ബാക്ക്ഡ് ഫോഴ്സ് ആയിട്ടുള്ള ഒരു സംഘമുണ്ട്. ഈ രണ്ട് സംഘടനകളാണ് അവിടെ കിടന്ന് അടി. UAE ബാക്ക്ഡ് ഫോഴ്സിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ JF-17 വാങ്ങിച്ച് സുഡാനിന്റെ ഫോഴ്സിന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ കുത്തിത്തിരിപ്പ് നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു സിറിയക്കുള്ളിലാണെങ്കിൽ ഒരു അവിയൽ പരുവത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിയൽ പരുവത്തിൽ എന്ന് പറഞ്ഞാൽ തുർക്കി പറയുന്നുണ്ട് ഞങ്ങളും ഐസിസിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. സിറിയയുടെ ഭരണകൂടം HTS അവർ പറയുന്നത് ഞങ്ങൾ ഐസിസിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ഇവർ രണ്ടു കൂട്ടരും ചേർന്നിട്ട് SDF-നെതിരെയാണ് ഇവർ നിലപാടെടുത്ത് SDF-നെയാണ് അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. തുർക്കിയും സിറിയയുടെ HTS ഫോഴ്സും കൂടി ചേർന്നിട്ട് SDF-നെയാണ് അടിക്കുന്നത്. ശരിക്കും ഐസിസിന് ഇവർ സപ്പോർട്ടാണ്. ആര്? ഈ HTS-ഉം തുർക്കിയും ഇവരെ രണ്ടും ചേർന്നിട്ടാണ് ഈ കുർദുകളെ അടിക്കുന്നത്.
കുർദുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ OIGP അതേപോലെ PKK എന്ന് പറഞ്ഞിട്ട് രണ്ട് സംഘടനകളുണ്ട്. ഈ രണ്ട് സംഘടനകളെയും എതിർത്തുകൊണ്ടാണ് ഈ സിറിയൻ ഭരണകൂടം ഇപ്പോൾ അവിടെ യുദ്ധം ചെയ്യുന്നത്. ഈ ശരിക്കും ഈ അലെപ്പോ റീജിയനിൽ നിന്ന് ഒരുപാട് മൈനോറിറ്റികൾ പലായനം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ അവർ ഇസ്രായേലിന്റെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട ആ ഏരിയകളിൽ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അതാണ് ഇപ്പോൾ അവിടെ സിറിയയിലുള്ള അവസ്ഥ. ഇസ്രായേൽ ഇതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു ആക്രമണം നടത്തും ഐസിസിനെതിരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐസിസിനെതിരെ ഇപ്പോൾ പോയി ആക്രമണം നടത്തിയിട്ട് എന്ത് കാര്യമാണ്? കാരണം അവിടെ ഐസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? ഈ തുർക്കി സപ്പോർട്ട് ചെയ്യുന്ന തുർക്കി ബാക്ട് ഫോഴ്സിനെയാണോ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ HTSന്റെ ഫോഴ്സിനെയാണോ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? കാരണം ഇവർ രണ്ടുമാണ് ഐസിസ് അവിടെ. അല്ലാതെ അവിടെ ഐസിസ് എന്ന് പറഞ്ഞിട്ട് വേറെ സംഘടനയൊന്നുമില്ല. ഈ HTSൽ ഒരു 10-15 സംഘടനകളുണ്ട്. ഇവരാണ് ഐസിസുകാർ. അപ്പോൾ ഐസിസിനെതിരെ ആക്രമണം നടത്തുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പ്രാന്താണെന്നാണ് നമുക്കറിയാം. എന്തുമാത്രം ഒളിച്ചു കളിയാണ് ഈ ഐസിസുകാർ ശരിക്കും സിറിയയ്ക്കുള്ളിൽ നടത്തുന്നത്. ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ CIA-ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇതിന്റെ കാര്യങ്ങളെല്ലാം. എന്നിട്ടും ലോകത്തുള്ള മറ്റുള്ള ആൾക്കാരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് അമേരിക്കയും സിറിയയും തുർക്കിയും ചേർന്ന് നടത്തുന്ന കള്ളക്കളികൾ. അപ്പോൾ ഇതിൽ അമേരിക്ക ശരിക്കും SDF-നെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം SDF ആണ് ഇത്രയും കാലം അമേരിക്ക അവിടെ നിലനിന്ന് പോകാനും അമേരിക്കൻ ബേസുകൾക്കൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് SDF-ന്റെ ആൾക്കാരാണ്. അപ്പോൾ എനിവേ അവിടെ ഒരു വല്ലാത്ത കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും 2 ദിവസത്തിനകത്ത് സിറിയയ്ക്കുള്ളിൽ ഐസിസിന്റെ താവളങ്ങൾ നോക്കി അമേരിക്ക ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ട്രംപ് ഗോൾഫ് കളിക്കാൻ പോയി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രസ്താവനകളൊന്നും ഇന്ന് പുറത്തിറക്കിയിട്ടില്ല. കാരണം ഇന്ന് മൊത്തത്തിൽ ഗോൾഫാണ്. ശനിയാഴ്ച വൈകുന്നേരം മുതൽ പിന്നെ ഞായറാഴ്ച ഫുൾ, പിന്നെ തിങ്കളാഴ്ച രാവിലെ അവിടെ കട തുറക്കുള്ളൂ. ഈ ICE ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഒരു വഴിക്ക് നടക്കും. ട്രംപിന് എന്തായാലും ഗോൾഫ് കളിച്ചേ പറ്റുമ്പോൾ അങ്ങനെ ഗോൾഫ് കളിക്കാൻ പോയിരിക്കുകയാണ്. പിന്നെ തിങ്കളാഴ്ച രാവിലെ വന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത പ്രസ്താവനയുമായിട്ട് വരും. തായ്ലാൻഡിന്റെ ഉള്ളിൽ 11 സ്ഥലങ്ങളിൽ പൊട്ടിത്തെറി. ഇത് വേറെ ഒന്നുമില്ല, ഇത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക മതവിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ്. എലാൻ എന്ന് പറഞ്ഞൊരു സ്ഥലം, അതേപോലെ തന്നെ പട്ടാൻ എന്ന് പറഞ്ഞൊരു സ്ഥലം, ഇങ്ങനെയൊക്കെ 2-3 സ്ഥലങ്ങളുണ്ട്. ഇതിലിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലെ പേര് ഞാൻ എണ്ണി പറയുന്നില്ല. 11 സ്ഥലങ്ങളിൽ തായ്ലാൻഡിന്റെ ഉള്ളിൽ പൊട്ടിത്തെറി. ഇത് കംബോഡിയ നടത്തിയ ആക്രമണമൊന്നുമല്ല. ഇത് ഈ ഇസ്ലാമിക സംഘടനകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് അവിടെ ചെറിയ ഗ്രൂപ്പുകളുണ്ട്. ഇസ്ലാം സംഘടനയിൽ തന്നെ ഇസ്ലാം മതത്തിൽ തന്നെ പല പല ഗ്രൂപ്പുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ 2-3 തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. അതിലൊരു ഗ്രൂപ്പാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അവരാണ് ഈ പൊട്ടിത്തെറി സംഘടിപ്പിച്ചത്. തായ്ലാൻഡിന്റെ ഉള്ളിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ഇന്റർണൽ ബോംബ് സ്ഫോടനമാണിത്. അങ്ങനെ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. നിരവധി പേർ കൊല്ലപ്പെടുന്ന വാർത്തകൾ വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എത്ര പേര് മരിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. UK ആണെങ്കിൽ 200 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ട് അലോക്കേറ്റ് ചെയ്യുകയാണ്. 200 മില്യനൊക്കെ ഒതുക്കി വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അതായത് പുതിയ ട്രൂപ്പ്, അവരുടെ സോൾജേഴ്സിന്റെ പുതിയ ട്രൂപ്പ് അവർ ട്രെയിനിങ് കൊടുത്ത് റെഡിയാക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, ഉക്രൈൻ്റെ ഉള്ളിലേക്ക് അയച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് UK തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 200 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ടിന്റെ ഫണ്ട് ഒതുക്കിയിരിക്കുന്നത്. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ കാര്യങ്ങൾ മുറക്കി നടന്നാൽ മതി. പലതവണ നമ്മൾ ഇതേപോലെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ കേട്ടതാണ്. അപ്പോൾ എന്നിട്ടും ഇതുവരെ ഒരു ട്രൂപ്പിനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. എനിവേ ഇപ്പം കീവ് നഗരത്തിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉക്രൈൻ റഷ്യക്കുള്ളിൽ ബെൽഗ്രോ എന്ന് പറഞ്ഞ റീജിയൻ ടാർഗറ്റ് ചെയ്ത് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള റീസെന്റ് ഡെവലപ്മെന്റ്സ്. അതുപോലെ ട്രംപ് ഗോൾഫ് കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഗ്രീൻലാൻഡിലേക്ക് മിലിറ്ററി ഓപ്പറേഷൻ നടത്തണം. അപ്പോൾ അതുകൊണ്ട് അവിടെ അമേരിക്കയുടെ സെക്യൂരിറ്റി ആ രീതിക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പാസ്സാക്കിയിട്ടാണ് ഗോൾഫ് കളിക്കാൻ പോയിരിക്കുന്നത്. അങ്ങനെ ഒരു രഹസ്യ വാർത്തയും കൂടി വരുന്നുണ്ട്. ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് മിലിറ്ററി ഓപ്പറേഷനിലേക്ക് അമേരിക്ക തയ്യാറെടുക്കുകയാണ്. അങ്ങനെയുള്ള വാർത്തയും വരുന്നുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് യാതൊരുവിധ എക്സിക്യൂട്ടീവ് ഓർഡർ ഒന്നും തന്നെ പാസ്സായിട്ടില്ല ഇതുവരെ. ആ വാർത്തയും കൂടി വരുന്നുണ്ട്. കാരണം അമേരിക്ക ഏതെങ്കിലും രാജ്യത്തിനെ ആക്രമിക്കുന്നുവെങ്കിൽ അവർ 1.5 മാസം അതിനെ സ്റ്റഡി ചെയ്ത് നിരീക്ഷിക്കും. നിങ്ങൾ വെനിസ്വലയിൽ നോക്കൂ, 1.5 മാസം വെനിസ്വലയുടെ പടിവാതിക്കൽ എയർക്രാഫ്റ്റ് കാരിയർ കൊണ്ടിട്ട് മൊത്തത്തിൽ നിരീക്ഷണം നടത്തി അവസാനം ഒരു ഡ്രോൺ 24/7 ഹിഡൻ ഡ്രോൺ വെച്ചിട്ട് നിക്കോളാസ് മദുറോവിനെ മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്താണ് പൊക്കിയെടുത്തത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇറാനെ നോക്കൂ. ഇറാനിൽ ഒറ്റ തവണ മാത്രമേ B2 ബോംബർ കൊണ്ട് ബോംബ് ഇടാൻ വേണ്ടിയിട്ട് അമേരിക്ക പോയത്. ആ സാഹചര്യത്തിൽ എത്ര മാസം കൊണ്ടാണ് അവിടെ മെഡിറ്ററേനിയൻ ഏരിയയിൽ അവരുടെ USS ജെറാൾഡ്, അതേപോലെ ഹാരി എസ് ട്രൂമൻ പോലത്തെ അവരുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഒക്കെ കൊണ്ട് അവിടെ ഹാൾട്ട് ചെയ്ത് വെച്ചിരുന്നത് മാസക്കണക്കിൽ. എന്നിട്ടാണ് ആക്രമണം നടത്തിയത്. ഇതേപോലെ കുറച്ച് ടൈം എടുത്താണ് അമേരിക്ക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പോലെ ഇറാന്റെ ഉള്ളിലേക്ക് അമേരിക്ക ഒന്നും ഇപ്പോൾ ഇറങ്ങി അടിക്കത്തില്ല. പക്ഷേ ഇറാൻ പ്രിയംറ്റീവ് എന്നുള്ള രീതിയിൽ ഇസ്രായേലിന്റെ മേളിൽ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇസ്രായേൽ. അപ്പോൾ അതിനെ തുടർന്ന് ഇസ്രായേൽ കരുതിക്കൂട്ടിയിരിക്കുകയാണ്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഇസ്രായേലിന്റെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.